ഭഗവാന്റെ ജന്മം കർമ്മഫലമായിട്ടല്ല എന്ന് സൂചിപ്പിച്ചുവല്ലോ. അങ്ങനെയെങ്കിൽ ഭഗവാന്റെ ദേഹവിയോഗവും ബാലീവധവുമായി ചേർത്ത് പറയുന്നതിൻ്റെ സാങ്കത്യം എന്ത്? എവിടെയാണ് പ്രാമാണികമായിട്ട് എവിടെയാണ് പറഞ്ഞത്? പ്രാമാണികമായ ഏതെങ്കിലും ശാസ്ത്രത്തിൽ ബാലിയെ കൊന്നതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ വേടൻ്റെ അമ്പേറ്റ് ശരീരം ഉപേക്ഷിക്കേണ്ടി വന്നതെന്ന് പറയണ്ടോ? ഞാൻ കണ്ടില്ല. അതൊക്കെ കഥകളിലിങ്ങനെ ഉണ്ടാക്കും. പിന്നെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. പുരാണങ്ങൾ കഥാപ്രധാനമാണ്. വജോ വിഭൂതി നതു പാരമാർത്ഥ്യം. വജോ വിഭൂതിയാണ്, വാക്കിൻ്റെ വിഭൂതികളാണ് പുരാണങ്ങളിൽ, ഒന്നും പരമാർത്ഥമല്ല. ഈ പ്രഭാഷണങ്ങളിലൊക്കെ എന്തൊക്കെ ദൃഷ്ടാന്തം പറയും, അതൊക്കെ ഇപ്പോൾ ഉള്ളതാ, ഒക്കെ ഉണ്ടാക്കി പറയണതല്ലേ. അതുപോലെയുള്ള പുരാണങ്ങളിലെ കഥകൾ. എന്ത് തത്വമാണോ ആചാര്യൻ ഉപദേശിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതേ സ്വീകരിക്കാൻ പാടുള്ളൂ. മറ്റതൊക്കെ ദൃഷ്ടാന്തങ്ങളും കഥകളുമാണ്. വജോ വിഭൂതി. അല്ലാച്ചാ ശ്രീരാമന് പാപമുണ്ടെന്ന് വരും ഇല്ലേ? വാലിയെ കൊന്നതുകൊണ്ട് ശ്രീരാമന് പാപമുണ്ടെന്ന് പറയണത് എത്ര വലിയ കുഴപ്പത്. അങ്ങനെയാണെന്ന് വെച്ചാൽ അവതാര കൃത്യങ്ങൾ ഒക്കെ പാപിഷ്ടമാണെന്ന് വരും. അപ്പം അവതാര സങ്കല്പമേ തെറ്റിപ്പോവും ഇല്ല. ശ്രീരാമൻ ഒറ്റയാൾ എത്ര പേരെ കൊന്നു? എന്താ അഭിപ്രായം? ലക്ഷക്കണക്കിനുണ്ടാവും ഇല്ലേ? ഒരു 3.25 നാഴിക കൊണ്ട് തന്നെ 14,000 പേരെ ശരിയാക്കിയില്ലേ? അപ്പോൾ രാമൻ മൊത്തത്തിൽ എത്ര പേരെ ശരിയാക്കിയിട്ടുണ്ടാവും? അതൊക്കെ മഹാപാപായിട്ട്. അപ്പോൾ രാമൻ മഹാപാപിയായിട്ട് കിടക്കണു പറഞ്ഞ അവതാരത്തിൻ്റെ ഉദ്ദേശം തന്നെ മാറിപ്പോയില്ലേ? ശ്രീകൃഷ്ണനോ ആള് പൂതനെ തുടങ്ങിയതാ. എത്രയാ ശ്രീകൃഷ്ണന് പിന്നെ വേറൊരു ഉപായമുണ്ട്. കൊന്നനേക്കാൾ കൂടുതൽ കൊല്ലിച്ചതാ. അതാണ് കൃഷ്ണൻ്റെ കൗശലം. അപ്പം അവതാര കൃത്യം തന്നെ ഇല്ലയെന്ന് വരില്ലേ? ഇതിലൊന്നും പാപമില്ല കേട്ടോ, അങ്ങനെയൊന്നും പറയരുത്. ആരെങ്കിലുമൊക്കെ കഥകളിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് പ്രാമാണികമായിട്ട് എടുക്കരുത്. അത്രയേ പറയാനുള്ളൂ.